നമസ്കാരം, ദീപിക ന്യൂസിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വിധിദിനം കൊണ്ടാടി നാട്. രാവിലെ മുതൽ തന്നെ വിവിധ ബൂത്തുകളിലേക്ക് വോട്ടർമാർ ഒഴുകിയെത്തി. ഉച്ചവരെ കാര്യമായ സംഘർഷമോ പ്രശ്നങ്ങളോ റിപ്പോർട്ട് ചെയ്തിട്ടില്ല. മൂടിക്കെട്ടിയ അന്തരീക്ഷം ചൂടൽപ്പം കുറച്ചു. സ്ഥാനാർത്ഥികളും VIP-കളും മതമേലധ്യക്ഷന്മാരും രാവിലെ തന്നെ വോട്ട് രേഖപ്പെടുത്തി. ചില സ്ഥലങ്ങളിൽ വോട്ടിംഗ് യന്ത്രം തകരാറിലായതിനെ തുടർന്ന് വോട്ടെടുപ്പ് വൈകി. വോട്ടിംഗ് മെഷീൻ തുടർച്ചയായി 3 തവണ തകരാറിലായതോടെ പോളിംഗ് 2 മണിക്കൂർ വൈകി. പുതുപ്പള്ളി മണ്ഡലത്തിലെ ബൂത്തായ അയർക്കുന്നം പഞ്ചായത്തിലെ ആറുമാനൂർ ഗവൺമെന്റ് LP സ്കൂളിലാണ് പലപ്പോഴായി 3 തവണ വോട്ടിംഗ് മെഷീൻ തകരാറിലായത്. തിരുവനന്തപുരം പോത്തൻകോട് തിരുവള്ളൂർ ബൂത്തിലും ആലുമൂട് ബൂത്തിലും വോട്ടിംഗ് വൈകി. കോഴിക്കോട് വളയത്തും ഉടുമ്പൻചോലയിൽ 3 ബൂത്തുകളിലും യന്ത്ര തകരാറുണ്ടായി. ചാത്തന്നൂർ കോട്ടപ്പുറം ഹൈസ്കൂളിലെ ബൂത്തിലും തടസ്സം നേരിട്ടു. ഇവിടെയെല്ലാം അധിക സമയം അനുവദിക്കണമെന്ന് സ്ഥാനാർത്ഥികൾ ആവശ്യപ്പെട്ടു. കഴിഞ്ഞ ദിവസത്തെ വോട്ടിന് പണമടക്കമുള്ള ആരോപണങ്ങളുടെ അലയൊലികൾ വോട്ടെടുപ്പ് ദിനത്തിലും അലയടിച്ചു. വോട്ടർക്ക് പണം നൽകിയെന്ന ആരോപണത്തിൽ പ്രതിക്കൂട്ടിലായ NDA സ്ഥാനാർത്ഥി ശോഭാ സുരേന്ദ്രൻ ഇന്നും തന്നെ ന്യായീകരിച്ച് മാധ്യമങ്ങൾക്ക് മുന്നിലെത്തി. എന്നാൽ രാജ്മോഹൻ ഉണ്ണിത്താൻ MP, പാലക്കാട്ടെ കോൺഗ്രസ് സ്ഥാനാർത്ഥി രമേശ് പിഷാരടി തുടങ്ങിയവർ വിമർശനവുമായി രംഗത്തെത്തി. വൈകുന്നേരം 6 വരെയാണ് വോട്ടെടുപ്പ്. 6-ന് ക്യൂവിൽ നിൽക്കുന്നവർക്ക് ടോക്കൺ നൽകി വോട്ട് ചെയ്യാൻ അനുവദിക്കും. ഉച്ചയ്ക്ക് 2-ഓടെ പോളിംഗ് 50% പിന്നിട്ടു. മമ്മൂട്ടി ഭാര്യ സുൽഫത്തിനോടൊപ്പം വോട്ട് ചെയ്യാനെത്തി. മോഹൻലാൽ, ടൊവിനോ, ആസിഫ് അലി, നിഷാന്ത് സാഗർ, സുരാജ് വെഞ്ഞാറമൂട്, ധർമ്മജൻ തുടങ്ങി സിനിമാ താരങ്ങളിൽ പലരും രാവിലെ തന്നെ വോട്ട് രേഖപ്പെടുത്തി. കേരളത്തിന് പുറമെ ഇന്ന് തെരഞ്ഞെടുപ്പ് നടക്കുന്ന ആസാമിലും പുതുച്ചേരിയിലും പോളിംഗ് പുരോഗമിക്കുന്നു. വോട്ടെടുപ്പ് രാവിലെ 11 വരെയുള്ള തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ കണക്ക് പ്രകാരം ആസാമിൽ 39%, പുതുച്ചേരിയിൽ 37% പോളിംഗ് രേഖപ്പെടുത്തിയിരുന്നു. ആസാമിൽ 126 മണ്ഡലങ്ങളിലും പുതുച്ചേരിയിൽ 30 മണ്ഡലങ്ങളിലുമാണ് വോട്ടെടുപ്പ്. രണ്ടിടത്തും NDA ആണ് അധികാരത്തിലുള്ളത്. ആസാമിൽ തുടർച്ചയായ 3ാം വിജയം BJP ലക്ഷ്യമിടുമ്പോൾ അധികാരത്തിൽ തിരിച്ചെത്താനാണ് കോൺഗ്രസ് ശ്രമിക്കുന്നത്. BJPയുടെ തന്ത്രങ്ങൾ ഒരുക്കുന്നത് മുഖ്യമന്ത്രി ഹിമന്ത ബിശ്വ ശർമ്മയാണ്. ഗൗരവ് ഗൊഗോയാണ് കോൺഗ്രസിന്റെ തുറുപ്പുചീട്ട്. 722 സ്ഥാനാർത്ഥികളാണ് രംഗത്തുള്ളത്. പുതുച്ചേരിയിൽ 5ാം തവണ മുഖ്യമന്ത്രി സ്ഥാനമാണ് NR കോൺഗ്രസ് അധ്യക്ഷൻ N രംഗസ്വാമി ലക്ഷ്യമിടുന്നത്. NR കോൺഗ്രസ്, BJP, അണ്ണാ DMK, IJK എന്നീ കക്ഷികളാണ് NDAയിലുള്ളത്. കോൺഗ്രസ് നേതൃത്വം നൽകുന്ന പ്രതിപക്ഷ മുന്നണിയിൽ DMKയും VCKയും ഉൾപ്പെടുന്നു. പോൾ ചെയ്തതിനേക്കാൾ കൂടുതൽ വോട്ട് വോട്ടിംഗ് യന്ത്രത്തിൽ രേഖപ്പെടുത്തിയതായി പരാതി. കാസർഗോഡ് മഞ്ചേശ്വരം നിയോജക മണ്ഡലത്തിലെ ബഡാജെ ഗവൺമെന്റ് LP സ്കൂളിലെ 21-ാം നമ്പർ ബൂത്തിലാണ് സംഭവം. പ്രതിഷേധത്തെ തുടർന്ന് വോട്ടിംഗ് കുറച്ചു സമയം നിർത്തിവെച്ചു. 202 പേരാണ് വോട്ട് രേഖപ്പെടുത്തിയത്. എന്നാൽ യന്ത്രത്തിൽ ഇത് 204 എന്നാണ് തെളിഞ്ഞതെന്ന് ബൂത്ത് ഏജന്റുമാർ പറഞ്ഞു. വോട്ടിംഗ് പൂർത്തിയായതിനു ശേഷം ഇതേക്കുറിച്ച് പരിശോധിക്കാമെന്ന് തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥർ ഉറപ്പ് നൽകി. തുടർന്ന് പ്രതിഷേധം അവസാനിപ്പിക്കുകയായിരുന്നു. വോട്ട് കൂടിയ സംഭവത്തിൽ വിശദമായ അന്വേഷണം നടത്തുമെന്ന് ജില്ലാ കളക്ടർ പറഞ്ഞു. ഇതേ സ്കൂളിൽ പ്രവർത്തിക്കുന്ന 22-ാം നമ്പർ ബൂത്തിലാണ് UDF സ്ഥാനാർത്ഥിയും കുടുംബവും വോട്ട് രേഖപ്പെടുത്തിയത്. ജനാധിപത്യം വിജയിക്കണമെന്നും അതിന് നിലവിലുള്ള സാഹചര്യങ്ങൾ പഠിച്ച് ഓരോ വോട്ടും രേഖപ്പെടുത്തണമെന്നും NSS ജനറൽ സെക്രട്ടറി G സുകുമാരൻ നായർ വാഴപ്പള്ളി സെന്റ് തെരേസ സ്കൂളിലെ ബൂത്തിൽ വോട്ട് രേഖപ്പെടുത്താനെത്തിയ അദ്ദേഹം മാധ്യമങ്ങളോട് പ്രതികരിക്കുകയായിരുന്നു. ഭരണം മാറ്റണമെന്നോ മാറ്റേണ്ടെന്നോ ഞങ്ങൾ പറയുന്നില്ല. ആരാണ് ജയിക്കുന്നത് അവർ വരട്ടെ. ജനാധിപത്യം വിജയിക്കുന്നത് അനുസരിച്ചുള്ള നിലപാട് ജനങ്ങളാണ് സ്വീകരിക്കേണ്ടത്. ശബരിമല വിഷയത്തിൽ കേസ് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഞാൻ അതിൽ കക്ഷി ചേർന്നിരിക്കുന്നയാളാണ്. അതുകൊണ്ട് അതിനെക്കുറിച്ച് പ്രതികരിക്കുന്നില്ലെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ഇത്തവണ UDFന് ചരിത്ര വിജയമുണ്ടാകുമെന്ന് കോൺഗ്രസ് പ്രവർത്തക സമിതി അംഗം AK ആന്റണി 1 തരം, 2 തരം, 3 തരം UDF ഭരണം ഉറപ്പിച്ചുവെന്നും വോട്ട് ചെയ്ത ശേഷം അദ്ദേഹം പറഞ്ഞു. കേരളത്തിലുടനീളം ഉയർന്ന ഭരണവിരുദ്ധ വികാരം ജനരോഷമാകുന്ന കൊടുങ്കാറ്റായി രൂപപ്പെട്ടു. 10 വർഷത്തെ ജനദ്രോഹ നടപടികൾക്ക് കണക്ക് ചോദിക്കാൻ ജനാധിപത്യ കേരളം കാത്തിരിക്കുകയാണ്. ജനാധിപത്യത്തിൽ നൽകാവുന്ന കടുത്ത ശിക്ഷ വോട്ടർമാർ ഈ സർക്കാരിന് നൽകും. UDF ഇത്തവണ കേരളം തൂത്തുവാരും. ഇന്ന് വൈകുന്നേരം 6-ന് പിണറായി സർക്കാർ അസ്തമിക്കും. മെയ് 4-ന് ശേഷം ഇടതു നേതാക്കൾക്ക് പ്രതിപക്ഷത്തിരുന്ന് തെറ്റിതിരുത്തൽ നടത്താം. കേരളത്തിന് ചേർന്ന പാർട്ടിയല്ല BJP. അവർക്ക് കേരളത്തിൽ വേരോട്ടം ലഭിക്കില്ല. അവർക്ക് ജയിക്കാവുന്ന ഒരു സീറ്റും കാണുന്നില്ലെന്നും ആന്റണി പറഞ്ഞു. മഞ്ചേശ്വരത്ത് കള്ളവോട്ട് നടക്കുന്നുവെന്ന് ആരോപിച്ച് BJP പ്രതിഷേധം. കയ്യാറിലെ 102-ാം നമ്പർ ബൂത്തിൽ കള്ളവോട്ട് ചെയ്തെന്ന് ആരോപിച്ചാണ് BJP രംഗത്തെത്തിയത്. ഗൾഫിലുള്ള ഖാലിദിന്റെ വോട്ട് ജാഫർ ചെയ്തെന്നാണ് ആരോപണം. വോട്ട് രേഖപ്പെടുത്തിയ ജാഫറിനെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. ക്യാമറ ഘടിപ്പിച്ച കണ്ണട ധരിച്ച് ബൂത്തിനുള്ളിൽ കയറിയ UDF ബൂത്ത് ഏജന്റ് പിടിയിൽ. ഉദുമ മണ്ഡലത്തിലെ UDF സ്ഥാനാർത്ഥി K നീലകണ്ഠന്റെ ചീഫ് ഇലക്ഷൻ ഏജന്റ് BM ജമാലാണ് ക്യാമറ ഘടിപ്പിച്ച കണ്ണടയുമായി ബൂത്തിലെത്തിയത്. ബേക്കൽ ഇസ്ലാമിയ ALP സ്കൂളിലെ 165-ാം നമ്പർ ബൂത്തിലാണ് സംഭവം. ജമാൽ ധരിച്ച കണ്ണടയിൽ ക്യാമറയുണ്ടെന്ന് ശ്രദ്ധയിൽപ്പെട്ട LDF പ്രവർത്തകർ പ്രതിഷേധവുമായി രംഗത്തെത്തി. ഇതേ തുടർന്ന് പ്രിസൈഡിംഗ് ഓഫീസറും പോലീസും ഇടപെട്ട് കണ്ണട പിടിച്ചെടുത്തു. പരാതിയെ തുടർന്ന് ജമാലിനെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. കണ്ണടയിൽ ക്യാമറയുള്ള കാര്യം ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ലെന്ന് ജമാൽ പറഞ്ഞു. സംഭവത്തെ തുടർന്ന് ബൂത്തിൽ നേരിയ സംഘർഷാവസ്ഥ ഉണ്ടായെങ്കിലും പോലീസ് ഇടപെട്ട് സ്ഥിതിഗതികൾ ശാന്തമാക്കി. സംസ്ഥാനത്ത് വീണ്ടും അവയവദാനം. തിരുവനന്തപുരത്തെ ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെ മസ്തിഷ്ക മരണം സ്ഥിരീകരിച്ച കിളിമാനൂർ സ്വദേശി ജയകുമാറിന്റെ അവയവങ്ങളാണ് ദാനം ചെയ്യുന്നത്.
ഹൃദയം ഉൾപ്പെടെ ജയകുമാറിന്റെ 5 അവയവങ്ങൾ ദാനം ചെയ്യും. ഹൃദയം തിരുവനന്തപുരം കിംസ് ആശുപത്രിയിൽ നിന്ന് എറണാകുളം ലിസി ആശുപത്രിയിലേക്ക് എയർ ആംബുലൻസ് വഴി കൊണ്ടുപോകും. ഏപ്രിൽ 2-നാണ് ജയകുമാറിനെ തിരുവനന്തപുരം കിംസ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത്. ചികിത്സയിലിരിക്കെ കഴിഞ്ഞ ദിവസം മസ്തിഷ്ക മരണം സ്ഥിരീകരിക്കുകയായിരുന്നു. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇറാനുമായി വെടിനിർത്തൽ പ്രഖ്യാപിച്ച് 24 മണിക്കൂർ തികയുന്നതിന് മുൻപേ പശ്ചിമേഷ്യയിൽ വീണ്ടും സംഘർഷം. ലെബനനിൽ ഇസ്രായേൽ തുടരുന്ന അതിശക്തമായ ആക്രമണങ്ങളിൽ പ്രതിഷേധിച്ച് തന്ത്രപ്രധാനമായ ഹോർമുസ് കടലെടുക്ക് ഇറാൻ വീണ്ടും അടച്ചു. ആഗോള ഊർജ്ജ വിതരണത്തെ ബാധിക്കുന്ന നീക്കം മേഖലയെ വീണ്ടും യുദ്ധഭീതിയിലാഴ്ത്തി. ഇതോടെ നിശ്ചയിച്ചിരുന്ന സമാധാന ചർച്ചകൾ അനിശ്ചിതത്വത്തിലേക്ക് നീങ്ങുകയാണ്. ബുധനാഴ്ച പുലർച്ചെയാണ് US-ഉം ഇറാനും തമ്മിൽ 2 ആഴ്ചത്തെ വെടിനിർത്തൽ കരാർ പ്രഖ്യാപിച്ചത്. എന്നാൽ കരാർ നിലവിൽ വന്ന് മണിക്കൂറുകൾക്കകം ലെബനനിൽ ഇസ്രായേൽ വൻതോതിലുള്ള വ്യോമാക്രമണം നടത്തി. ബെയ്റൂട്ട് ഉൾപ്പെടെയുള്ള ലെബനൻ നഗരങ്ങളിൽ ഇസ്രായേൽ ശക്തമായ ആക്രമണമാണ് അഴിച്ചുവിട്ടത്. വെറും 10 മിനിറ്റിനുള്ളിൽ 100-ലധികം മിസൈലുകളാണ് അയച്ചത്. ഹിസ്ബുള്ളയുടെ കേന്ദ്രങ്ങൾ ലക്ഷ്യമിട്ടായിരുന്നു ഇസ്രായേൽ ബോംബാക്രമണം. ആക്രമണങ്ങളിൽ കുട്ടികളടക്കം 254 പേർ കൊല്ലപ്പെടുകയും 1000-ലധികം പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു. തെക്കൻ ലെബനനെ രാജ്യത്തിന്റെ മറ്റു ഭാഗങ്ങളുമായി ബന്ധിപ്പിക്കുന്ന അവസാനത്തെ പാലവും ഇസ്രായേൽ തകർത്തു. നിലവിൽ തെക്കൻ ലെബനനെ ലോകത്തു നിന്ന് ഒറ്റപ്പെടുത്തിയതായി ഇസ്രായേൽ സൈന്യം അറിയിച്ചു. ഇറാനുമായുള്ള വെടിനിർത്തൽ കരാറിനെ പിന്തുണയ്ക്കുന്നുണ്ടെങ്കിലും ലെബനനിലെ ആക്രമണം തുടരുമെന്ന് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു വ്യക്തമാക്കി. അമേരിക്ക തങ്ങളുടെ വാഗ്ദാനങ്ങൾ ലംഘിക്കുകയാണെന്നും ഇസ്രായേലിന്റെ ആക്രമണങ്ങൾ അംഗീകരിക്കാനാവില്ലെന്നും ഇറാഖി വിദേശകാര്യമന്ത്രി അബ്ബാസ് അരാക്ചി പറഞ്ഞു. ഹോർമുസ് കടലിടുക്ക് അടച്ച ഇറാന്റെ നടപടി അംഗീകരിക്കാനാവില്ലെന്ന് വൈറ്റ് ഹൗസ് പ്രതികരിച്ചു. വീണ്ടും സംഘർഷം മുറുകുമോ എന്ന ആശങ്കയിലാണ് ലോകം. ഇതോടുകൂടി പ്രധാന വാർത്തകൾ അവസാനിച്ചു. സത്യസന്ധമായ വാർത്തകൾ അറിയാൻ ദീപിക ന്യൂസ് ഫോളോ ചെയ്യൂ.